പോപ്പ് ഫ്രാൻസിസിന് വിട നൽകാൻ ലോകം. കബറടക്ക ചടങ്ങുകൾ ഇന്ന് ഇന്ത്യൻ സമയം 1:30 സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ദിവ്യബലിയോടെ ആരംഭിക്കും. മേരി മേജർ പേപ്പൽ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാപ്പയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഇന്ന് നടക്കുന്ന സംസ്കാര ശുശ്രൂഷയിൽ ഭാരത പ്രതിനിധി സംഘത്തെ നയിക്കുന്നതും രാഷ്ട്രപതിയാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 1:30 കൂടിയാണ് മാർപ്പാപ്പയുടെ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച അന്തരിച്ച മാർപ്പാപ്പയുടെ അന്തിമ സംസ്കാര കർമ്മങ്ങൾ നടക്കുക. അന്തിമ സംസ്കാര കർമ്മങ്ങളിൽ ലോക നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുമെന്ന കൃത്യമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ തന്നെ ഭാരതത്തിന്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു വത്തിക്കാനിലെത്തി മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് അന്തിമ ചടങ്ങുകൾ നടക്കുമ്പോൾ ആ ചടങ്ങുകളിൽ ഭാരത സംഘത്തെ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ഭാരതീയ സംഘത്തെ നയിക്കുന്നത് അവർ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ ഡൊണാൾഡ് ട്രംപ് എത്തുമെന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോൺ, അത്തരത്തിലുള്ള നിരവധി ലോക നേതാക്കളും ഈ ചടങ്ങിനെ സാക്ഷിയാകും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് 1:30 ആരംഭിക്കുന്ന ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായി സംസ്കാര ചടങ്ങുകൾ അത് മേരി മേജർ പള്ളിയിൽ, മേരി മേജർ ബസിലിക്ക പള്ളിയിലായിരിക്കും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ഒരുക്കുക എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, നിരവധി നിർദ്ദേശങ്ങൾ തന്റെ അന്ത്യകർമ്മങ്ങളുമായി അനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതി വെച്ചിരുന്നു. അത്തരത്തിൽ എഴുതി വെച്ചിരുന്ന ആ അന്ത്യകർമ്മങ്ങളുടെ ഭാഗമായുള്ള നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് 1:30 ആരംഭിക്കുന്ന അന്ത്യകർമ്മങ്ങൾ ഏതാണ്ട് 2 മണിക്കൂറോളം നീളുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത്തരത്തിലുള്ള കർമ്മങ്ങൾക്കെല്ലാം ശേഷം തന്നെ അദ്ദേഹത്തിന്റെ അന്തിമ സംസ്കാരം ഈ പള്ളിയിൽ നടക്കും. അതായത് മേരി മേജർ പള്ളിയിൽ, ബസിലിക്ക പള്ളിയിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഇതിനായി പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ പോപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വത്തിക്കാൻ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പുറത്തുവിട്ട വിൽപ്പത്രത്തിന് സമാനമായ രേഖകളിലുള്ള ലളിതമായ ചടങ്ങുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. എല്ലാത്തിലും ലാളിത്യം നിറഞ്ഞ അല്ലെങ്കിൽ വളരെ ലാളിത്യം നിറഞ്ഞ പരിപാടികളായിരിക്കും ഉണ്ടാവുക. ആഡംബരങ്ങൾ ഒട്ടും വേണ്ടതില്ല എന്നൊരു നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഫ്രാൻസിസ് എന്ന് ലാറ്റിൻ ഭാഷയിൽ എഴുതി വെക്കുക മാത്രമേ പാടുള്ളൂ ഈ ഖബറിൽ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള സംസ്കാര ചടങ്ങുകളായിരിക്കും നടക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരിയായി സർ.